നമസ്കാരം. നമ്മുടെ ജ്യോതിഷത്തിലും പുരാതന ഗ്രന്ഥങ്ങളിലും ഒക്കെ കുറച്ച് നക്ഷത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. അതായത് പുറമേ നോക്കിയാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തോന്നും, മുഖത്തൊരു ഗൗരവം, പക്ഷേ ഉള്ളിലൊട്ട് ഒട്ടും തന്നെ കള്ളമില്ലാത്ത സ്നേഹം മാത്രമുള്ള കുറച്ച് നക്ഷത്രക്കാർ. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഗൗരവക്കാരാണെങ്കിലും ഉള്ളിൽ പാവങ്ങളായ 5 നക്ഷത്രക്കാരുണ്ട്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്നൊന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രമായിട്ട് നമുക്ക് ഭരണിയെ എടുക്കാം. അപ്പോൾ ഭരണി നക്ഷത്രക്കാരെ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് അവരോട് സംസാരിക്കാൻ ചെറിയൊരു മടിയൊക്കെ ആദ്യം തോന്നും. കാരണം ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രത്യേക ഗൗരവം ഉണ്ടാകും. കാര്യങ്ങൾ വളരെ തുറന്നു പറയുന്ന കൂട്ടർ കൂടിയാണ് ഇവർ. അതുകൊണ്ട് മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം കാരണം പലപ്പോഴും മറ്റുള്ളവർ ഇവരെ വിചാരിക്കുന്നത് ഭയങ്കര അഹങ്കാരികളെന്നോ അല്ലെങ്കിൽ ദേഷ്യക്കാരോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറൊന്ന് കാണിക്കാൻ ഇവർക്ക് അറിയില്ല എന്നത് വളരെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുകയും അത് പറഞ്ഞു തീരുമ്പോൾ മനസ്സിൽ പിന്നെ ഒരു വിഷമവും ഉണ്ടാകില്ലല്ലോ എന്നത് ചിന്തിക്കുന്നവരുമാണ്. കാരണം പറയാനുള്ളത് പറഞ്ഞു തീർക്കും. മനസ്സിൽ ഒരു കള്ളവുമില്ലാത്ത, ആരെങ്കിലും ഒരു കഷ്ടപ്പാടിൽ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ സ്വന്തം കയ്യിലുള്ളത് പോലും എടുത്തു കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത, പുറമേ ഗൗരവമാണെങ്കിലും അത് വെറും തോട് മാത്രമാണ്. ഇവരുടെ ഉള്ളിൽ വളരെയധികം ശുദ്ധഗതിക്കാരും പാവങ്ങളുമാണ് ഈ നക്ഷത്രക്കാർ. ഇനി രണ്ടാമത് കാർത്തിക നക്ഷത്രമാണ്. അഗ്നിയുടെ നക്ഷത്രം എന്നാണ് കാർത്തിക പറയുന്നത്. കാർത്തിക പൊതുവെ എങ്ങനെയാണ് അഗ്നി നക്ഷത്രം എന്ന് പറയുമെങ്കിലും ഒരു തിളക്കവും ഗൗരവവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പറയുന്നത്. എപ്പോഴും ഇവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വാളുപോലെ അല്ലെങ്കിൽ തീ പോലെയുള്ള ഒരു പ്രകൃതമായിരിക്കും. ഈ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ അനാവശ്യമായി ആരോടും സംസാരിക്കാൻ അങ്ങനെ കൂട്ടാക്കാത്തവരാണ്. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഒരു പ്രത്യേക അച്ചടക്കത്തോടെ ജീവിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കൂട്ടരും. ഇത് കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവർക്ക് ഭയങ്കര തലക്കനമാണ്. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? ഇവർ മറ്റുള്ളവരോട് സ്നേഹമുള്ളവരാണ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല അത്രമാത്രം. അപ്പോൾ ആരെയും ചതിക്കാൻ ഇവരുടെ മനസ്സ് അനുവദിക്കുകയില്ല. കുടുംബത്തോടൊക്കെ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. പുറമേ കാണിക്കുന്ന ആ ഗൗരവം ഇവരുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ഉള്ളിലേക്ക് ചെന്നാൽ ഇവർ വളരെ മൃദുവായ മനസ്സുള്ളവരാണെന്ന് ഇവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത് മകം നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു രാജകീയ ഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിൽപ്പിലും നടപ്പിലും ഒക്കെ ഒരു പ്രത്യേക ഗൗരവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരോടും പെട്ടെന്ന് പോയി കൂട്ടുകൂടാൻ അത്ര താല്പര്യപ്പെടാത്ത ആളുകളായിരിക്കും ഇവർ. ഒരു അകലെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവരൊരു ഭയങ്കര ഗമയുള്ളവർ അല്ലെങ്കിൽ ജാടക്കാർ, തലക്കനമുള്ളവർ എന്നൊക്കെ പറയുന്ന ഈ മകം നക്ഷത്രക്കാരുമായി സൗഹൃദമുള്ളവരോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ഇപ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്ന കൂട്ടരാണ്. തങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ മടിയില്ലാത്ത, ദാനധർമ്മങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും വലിയ മനസ്സുള്ളവരാണ്. പുറമേ ഉള്ള ഗൗരവം ഒക്കെ തങ്ങളെ ചൂഷണം മറ്റുള്ളവർ ചെയ്യാതിരിക്കാനായിട്ട് ഇവർ സ്വയമേവ ഉണ്ടാക്കുന്ന ഒരു കവചം മാത്രമാണ്. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ചോദ്യ നക്ഷത്രക്കാരുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായ ചില നിലപാടുകളുണ്ട്. അനാവശ്യമായി ആരുടെ ഒരു കാര്യത്തിലും തലയിടാൻ പോവുകയുമില്ല. അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും സ്വന്തം ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് തോന്നും ഇവർ ഭയങ്കര ഗൗരവക്കാരാണ്, ആരോടും മിണ്ടാത്തവരാണ് എന്ന്. എന്നാൽ ന്യായത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ഇവരുടെ സംസാരത്തിൽ അല്പം കടുപ്പമൊക്കെ കൂടിയെന്ന് വരെയെങ്കിലും മനസ്സ് വളരെ ശുദ്ധമാണ്. ഉള്ളിൽ ചോദ്യ നക്ഷത്രക്കാർ വളരെയധികം സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ആരെയും ദ്രോഹിക്കണം എന്ന ചിന്ത ഇവരുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത ഉള്ളവരായിരിക്കും ചോദ്യ നക്ഷത്രക്കാര്. ഇവരെ ശരിക്കും മനസ്സിലാക്കി നമുക്ക് തോന്നി ഇത്രയും നല്ലൊരു മനുഷ്യനെയാണോ നമ്മൾ ഇത്രയും നാള് തെറ്റിദ്ധരിച്ചിരുന്നത് എന്ന്. അത്രയ്ക്ക് വളരെ നൈർമല്യമുള്ള, നിഷ്കളങ്കത്വമുള്ള ഒരു കൂട്ടരാണ് ചോദ്യ നക്ഷത്രക്കാര്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഒരു പ്രത്യേക ഗാംഭീര്യമുള്ള മുഖം, ശബ്ദമൊക്കെ ഉള്ളവരായിരിക്കും പൂരാടം നക്ഷത്രക്കാർ. പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ആ ടോൺ കേട്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടക്കേടുണ്ടാകും അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്ന് പലരും അകന്നു മാറിയൊക്കെ പോകുന്നത്. വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കും എന്നൊക്കെ പറയും. എന്നാൽ പൂരാട നക്ഷത്രക്കാരുടെ ദേഷ്യം വെറും വെള്ള കുമിള പോലെയാണ്. അത് പെട്ടെന്ന് വരും, അത്ര പെട്ടെന്ന് തന്നെ ആറി തണുത്ത് അങ്ങ് പോവുകയും ചെയ്യും.
ആരോടും മനസ്സിൽ പകവെച്ചുകൊണ്ടിരിക്കാൻ ഒട്ടും കഴിയാത്ത നക്ഷത്രമാണ്. ഉള്ളിൽ അലിവും കരുണയുമുള്ള ആളുകൾ കൂടിയാണ്. ആരെങ്കിലും വിഷമിക്കുന്നത് കണ്ടാൽ തന്നെ ഇവരുടെ മനസ്സും വിഷമിക്കും. ആ ദേഷ്യവും ഗൗരവവും വെറും താൽക്കാലിക ഒരു മൂടുപടം മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 5 നക്ഷത്രക്കാർ: ഭരണി, കാർത്തിക, മകം, ചോതി, പൂരാടം. പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഇവരുടെ സ്വഭാവ സവിശേഷതകൾ വെച്ച് നോക്കുമ്പോൾ ഇവർ പുറമേ ഗൗരവക്കാരാണെങ്കിലും ഉള്ളിൽ തനി പാവങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ പുറമേ ഗൗരവം കാണിച്ച് ഉള്ളിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ നക്ഷത്രം ഏതാണ്, അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളിൽ ഏതിലാണ് അവർ ഉൾപ്പെടുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക.